ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മൾ കോയമ്പത്തൂർ തന്നെയുള്ള കൊടീഷ്യയിലാണ് വന്നിരിക്കുന്നത്. കൊടീഷ്യ ഗ്രൗണ്ടാണ്, വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ എക്സ്പോ നടപ്പുണ്ട്. അണ്ടർ വാട്ടർ എക്സ്പോ ആണ് നടക്കുന്നത്. ഞങ്ങൾ നേരെ വന്നു, ടിക്കറ്റ് മേടിച്ചു. ടിക്കറ്റ് അഡൾട്ടിന് 150 ആണ് പ്രൈസ് വരുന്നത് പെർ പേഴ്സൺ. രണ്ട് ടിക്കറ്റ് 300 റുപ്പീസായി. നമ്മൾ വിചാരിച്ചു അത് മാത്രമേ ഉള്ളായിരിക്കും, എൻട്രി ഫീ മാത്രമേ ഉള്ളായിരിക്കും എന്ന് വിചാരിച്ചാണ് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ല ഗൈസ്, അത് 150 നമ്മൾ ജസ്റ്റ് കയറുന്നതിന് മാത്രമുള്ള, അതൊക്കെ കുറച്ച് കാണുന്നതിന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ പൈസ കിട്ടിക്കിട്ടേ ഇരിക്കണം. എനിക്ക് അതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. കുറേ കാര്യങ്ങൾ നെഗറ്റീവാണ്, ഞാനത് പറയാം. ഇത് നെഗറ്റീവ് റിവ്യൂ മാത്രം പറയുന്നൊരു വീഡിയോ അല്ല. പക്ഷേ അവർക്ക് ആദ്യം ഫസ്റ്റ് ഈ കാര്യം പറയാം. കയറി വരുമ്പോൾ തമ്മിൽ നമ്മൾ കാണുന്നത് കുറേ ലവ് ബേർഡ്സിനെയാണ്. പക്ഷേ അത് അടിപൊളിയായിട്ട് കേട്ടോ. അതൊരു കാര്യം നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പാറിപ്പറന്ന് നടക്കും, നമ്മുടെ തലയിലൊക്കെ വന്നിരിക്കും, അങ്ങനെയൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ അവർ ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്ന എല്ലാം ഒരു ബ്ലാക്ക് ക്ലോത്താണ്. പക്ഷേ അത് മാറ്റിയിട്ട് അവർക്ക് നല്ല ഒരു ഗ്രീനറി എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ആയേനെ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മുതലായേനെ. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ പൈത്തൺ, പിന്നെ മാക്കോ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കണം. അതിനെല്ലാം ഇപ്പോൾ ഒരാൾക്ക് ഒരു പൈത്തണ്ണ വെച്ചെടുക്കുന്നതിന് 100 രൂപ, പിന്നെ മാക്കോ വെച്ചെടുക്കുന്നതിന് 100 രൂപ. അങ്ങനെ പൈസ ഒരുപാട് ഈടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ കുറേ ഗാർഡനാണ് കാണുന്നത്. ഗാർഡൻ കണ്ട ശേഷം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ റോബോട്ട്, ഒരു ഡോഗ് പോലെ റോബോട്ട് നടക്കുന്നുണ്ട്. അത് കൊള്ളാം, ഓക്കെ, തിരക്കേടില്ല. ഇത് കഴിഞ്ഞ് വന്ന ശേഷമാണ് ഈ പരിപാടി കാണുന്നത്, മെർമെയ്ഡ്. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാവം അത്ര നേരം വെള്ളത്തിൽ മുങ്ങിക്കടന്ന് നമുക്ക് ടാറ്റയും ഉമ്മയൊക്കെ തരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാനും കൊടുത്തു ടാറ്റയും ഉമ്മയൊക്കെ. കൊള്ളാം. അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് അണ്ടർ വാട്ടർ എക്സ്പോ. എനിക്കിത് ഒട്ടും രസമായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാണ് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരും നോക്കണ്ട. നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. മെയിനായിട്ട് കുറേ ഫിഷിനെയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കറി വെച്ച് തിന്നിട്ടുള്ള കുറേ മീനാണ് അതിനകത്ത് കിടക്കുന്നത്. മത്തിയും അയിലയൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മീനിനകത്തുണ്ട് ഗേസ്. നമ്മൾ പറയുന്ന ആറ്റുവാള, പിന്നെ കൊഞ്ചൊന്നും ഇല്ല കേട്ടോ. ബാക്കി എല്ലാ മീനുണ്ട്. ഇത് ഈ കളർ മീനൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഗേസ്. പിന്നെ എന്തിനാണ് ഇതിനകത്തിടുന്നത്? റെയറായിട്ടുള്ള മീനെയൊക്കെ എടുത്ത് അണ്ടർ വാട്ടർ എക്സ്പോയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ രസമുണ്ട്. പിന്നെ സ്രാവ്, വലിയ സ്രാവിനെ ഇടാൻ പറ്റത്തില്ല. സോ ചെറിയ ഷാർക്കിനെയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ വേറെ റെഡ് ബെല്ലി തന്നെ വേറെ കളറുള്ളതിനെയൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതും കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഷാർക്കിനെ കാണുന്നത്. പക്ഷേ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ആറ്റുവാളെ കണ്ടിട്ട് അത് ഷാർക്കെന്ന് വിളിച്ച് കൂവുന്നുണ്ടായിരുന്നു. ചിലർക്ക് ഞാൻ തെറ്റിദ്ധാരണ മാറ്റി കൊടുത്തു. അത് ഷാർക്കല്ല, അത് ഈ ഇന്ന മീനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പാമ കണ്ടു. അരപ്പാമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ടിട്ടുള്ളത്. പക്ഷേ സൂപ്പറാണ്. അടുത്ത് കാണുന്ന ഇതാണ്, അതെനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഫുഡ് സ്റ്റാളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ല, ഫുഡ് സ്റ്റാൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേനും ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്തിനാണ് വെച്ചേക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.